ഹായ് മക്കളെ, എല്ലാവർക്കും ഫിറ്റ്നസ് റീബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം അടുത്ത് വന്നു അല്ലേ, സെക്കൻഡ് ടൈം എക്സാം അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം പ്രവർത്തനം 1, വായിക്കാം എഴുതാം. എന്താണ്? കവിത വായിച്ചു ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. ആദ്യം തന്നെ ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത്. അത് വായിച്ചിട്ട് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. പോകൂ വിളങ്ങൂ മണ്ണിലും വിണ്ണിലും പൊൻതരി വെട്ടമായി മിന്നിത്തെളിഞ്ഞു വന്നെത്തും മിന്നാമിനുങ്ങി വെളിച്ചം ചുരത്തുവാൻ സന്നാഹമത്രമേൽ കേമം ചുറ്റുമിരുട്ടു വിളംബരം ചെയ്യുവാൻ മൂങ്ങകൾ മൂളിയിരിക്കെ പാളിപ്പതിയെ തുറന്നു ഞാനീ കിളി വാതിലിൽ വന്നിരിക്കുമ്പോൾ സ്വപ്നം ചിറകു വിരിച്ചണയും പോലെ കെട്ടിപ്പിടിക്കുവാൻ വന്നു. എന്തു വെളിച്ചമാണയ്യ പിടിച്ചൊരു കണ്ണാടി കുപ്പിയിലിട്ടാൽ എന്നും ഇവിടെ വിളക്കായിരുത്തുവാൻ നന്നെന്ന് തോന്നി. എന്നാലും എന്തിനെ വെട്ടം എനിക്ക് മാത്രം പോകയെല്ലായിടത്തും തെളിയൂ പോകുമിടങ്ങളിലെല്ലാം ഇരുളിനെ കീറിമുറിച്ചു രസിക്കൂ. UK രാഘവന്റെ സ്നേഹക്കനി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണിത്. എന്താണ് ഈ കവിതയിൽ പറയുന്നത്? മിന്നാമിനുങ്ങിനെ കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. ഇനി താഴെ ഇതില് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കവിതയിൽ നിന്ന് അതിനുള്ള ഉത്തരം കണ്ടെത്തി എഴുതണം. ചോദ്യം 1, പൊൻതരി വെട്ടവുമായി എത്തുന്നത് ആരാണ്? പൊൻതരി വെട്ടവുമായി എത്തുന്നത്? ഉത്തരം മിന്ന മിനുങ്ങ്. 2, ഇരുട്ടിനെ വിളംബരം ചെയ്യാൻ മൂളുന്നത് ആരാണ്? ആരാണ് ഇരുട്ടിനെ വിളംബരം ചെയ്യാൻ മൂളുന്നത്? മൂങ്ങ. എന്താണ് ഉത്തരം? മൂങ്ങ. 3ാമത്തെ ചോദ്യം, മിന്നാമിനുങ്ങിനെ എന്ത് ചെയ്യണമെന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത്? എന്താണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? മുറിയിൽ അടച്ചിടണമെന്നാണോ, അതോ കണ്ണാടി കുപ്പിയിൽ ഇടണമെന്നാണോ, കയ്യിൽ പിടിക്കണമെന്നാണോ? കണ്ണാടി കുപ്പിയിൽ ഇടണം. അപ്പൊ ഉത്തരം കണ്ണാടി കുപ്പിയിൽ ഇടണം. 4, ചിറക് വിരിച്ചണയുന്നത് എന്താണ് ചിറക് വിരിച്ചണയുന്നത്? സ്വപ്നം അല്ലെ. അപ്പൊ ഉത്തരം സ്വപ്നം. 5ാമത്തത്, മിന്നാമിനുങ്ങിനോട് എന്തു ചെയ്യാനാണ് കുട്ടി ആശംസിക്കുന്നത്? എന്ത് ചെയ്യാനാണ് കുട്ടി പറഞ്ഞിട്ടുള്ളത്? മിന്നി മിന്നി നടക്കാനാണോ, ഇരുളിനെ കീറി മുറിച്ച് രസിക്കാനാണോ, ഒരിടത്ത് മാത്രം വിളിച്ചു പരത്താനാണോ? ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഉത്തരം ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ. പ്രവർത്തനം 2, യാത്രാ വിവരണം. മനസ്സിനെ കുളിരണിയിക്കുന്ന പ്രകൃതി ഭംഗിയുമായി എന്നെ ഏറെ മോഹിപ്പിച്ച ഇടം ഏതെന്ന് ചോദിച്ചാൽ എന്റെ മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് മനോഹരിയായ മൂന്നാറിന്റെ ചിത്രമാണ്. അവിടത്തെ കുളിരും കോടയും മഞ്ഞിൽ പൊതിഞ്ഞ പ്രഭാതവും എല്ലാം തന്നെ എന്നെ ഏറെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും പോയ മൂന്നാർ യാത്രയ്ക്ക് ശേഷം 5ാം ക്ലാസ്സിലെ ദേവിക എഴുതിയ യാത്രാ വിവരണത്തിന്റെ ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. പ്രകൃതി ഭംഗി കളിയാടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ നടത്തിയിട്ടുള്ള യാത്രയെക്കുറിച്ചൊരു യാത്രാ വിവരണം തയ്യാറാക്കുക. അപ്പൊ മുകളിൽ എന്താ തന്നിട്ടുള്ളത്? സ്കൂളിൽ നിന്ന് പോയ മൂന്നാർ യാത്രക്ക് ശേഷം 5ാം ക്ലാസ്സിലെ ദേവിക എന്ന് പറയുന്ന ഒരു കുട്ടി എഴുതിയ യാത്രാ വിവരണത്തിന്റെ ഭാഗമാണ് തന്നിട്ടുള്ളത് മുകളിൽ. അപ്പോൾ ഇതുപോലെ പ്രകൃതി ഭംഗിയുള്ള നിങ്ങൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ യാത്രാക്കുറിപ്പ് അല്ലെ യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? കാഴ്ചകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടാവണം. ആകർഷകമായ ഭാഷയായിരിക്കണം. നേരിട്ട് കാണുന്ന പ്രതീതി, ഭൂപ്രകൃതി, ജീവിത രീതി, വസ്ത്രം തുടങ്ങിയവ സൂചിപ്പിക്കണം. അതിൽ വാക്യഘടന, ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടാവണം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ കാഴ്ചകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. എന്തൊക്കെയാണ് കണ്ടത്, എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത്. പിന്നെ ആകർഷകമായിട്ടുള്ള ഭാഷ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആകർഷകമായിട്ടുള്ള ഭാഷയായിരിക്കണം. കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് നേരിട്ട് കാണുന്ന പ്രതീതിയായിരിക്കണം. ആ ഒരു യാത്രാ വിവരണം നമ്മൾ മറ്റുള്ളവർ വായിക്കുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന പ്രതീതിയായിരിക്കും. അങ്ങനത്തെ രീതിയിലാവണം അത് അവതരിപ്പിക്കേണ്ടത്. പിന്നെ നമ്മുടെ ആ ഒരു യാത്ര പോയ സ്ഥലത്തെ ഭൂപ്രകൃതി, ജീവിത രീതി, വസ്ത്രം അതൊക്കെ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവണം. പിന്നെ അക്ഷരത്തെറ്റില്ലാതെ, ചിഹ്നങ്ങളെല്ലാം കറക്റ്റായി അക്ഷരത്തെറ്റില്ലാതെ വേണം നമ്മൾ എഴുതാൻ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ആണ് ഒരു യാത്രാക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പൊ ഏകദേശം ഒരു മോഡൽ ഞാനിവിടെ കാണിക്കാം. എന്റെ യാത്രകളിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം വയനാടാണ്. എത്ര പോയാലും മതിവരാത്ത, മനസ്സിനെ കുളിരണിയിക്കുന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് വയനാട്. എങ്ങു നോക്കിയാലും പച്ചപ്പ് നിറഞ്ഞ കാഴ്ച മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു. പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കും പക്ഷികളുടെ കിളിനാദവും കാതിനിമ്പമേകുന്ന ഒന്നായിരുന്നു.
തണുപ്പ് നിറഞ്ഞ ഒരു കാലാവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. അതിനോട് ഇണങ്ങുന്ന വസ്ത്രധാരണമായിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്തത്. കൂട്ടുകാരോടൊത്തുള്ള ആ യാത്രയിലെ കളിച്ചിരിയും ആട്ടും പാട്ടവും എല്ലാം ഒരിക്കലും മറക്കാനാവാത്ത ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ പോയിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് വേണം നിങ്ങൾ ഒരു യാത്രാക്കുറിപ്പ് തയ്യാറാക്കി എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പ്രവർത്തനം 3, കത്ത് തയ്യാറാക്കുക. വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചിലപ്പോൾ വെറുക്കുകയും ചെയ്യുന്ന മഴയോട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ? ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് മഴക്കൊരു കത്ത് തയ്യാറാക്കുക. അപ്പൊ എങ്ങനെയാണ് കത്ത് തയ്യാറാക്കേണ്ടത്? പ്രിയപ്പെട്ട മഴക്ക്, നിനക്ക് സുഖമല്ലേ? ഒരുപാടായി നിന്നെ കണ്ടിട്ട്. നീ ഉള്ളപ്പോൾ നിന്റെ വില അറിഞ്ഞിരുന്നില്ല. പേമാരിയായി നീ പെയ്തിറങ്ങിയ നിമിഷങ്ങളിൽ അറിയാതെ ആണെങ്കിലും നിന്നോട് ദേഷ്യം തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിന്നെ ഒരു നോക്ക് കാണാനും നിന്നോടൊപ്പം കളിക്കുവാനും കൊതിക്കുകയാണ്. നിന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ മനുഷ്യർ മാത്രമല്ല, പ്രകൃതിയിലെ ഓരോ പുൽനാമ്പുകളും ജീവജാലങ്ങളും നിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ, സ്വന്തം. അപ്പൊ ഇതുപോലെ ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ വിവരണത്തോടു കൂടി തന്നെ നിങ്ങൾ ഒരു കത്ത് തയ്യാറാക്കി എഴുതുക. പ്രവർത്തനം 4, ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ബാലാമണി അമ്മയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. തന്നിരിക്കുന്ന വിവരങ്ങളോടൊപ്പം അധിക വിവരങ്ങളും കൂടെ ചേർക്കുക. അപ്പം നമ്മുടെ മലയാളത്തിലെ കവയിത്രിയായിട്ടുള്ള ബാലാമണി അമ്മയെ കുറിച്ചുള്ള ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതും ചേർത്ത് അതിന്റെ കൂടെ കൂടുതൽ കാര്യങ്ങളും കൂടുതൽ വിവരങ്ങളും കൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട്. എന്തൊക്കെയാണ് കൃതികൾ പറഞ്ഞിട്ടുണ്ട്, പുരസ്കാരങ്ങൾ, ജനനവും മരണവും, ആരാണ് മകൾ കമല സുരയ്യ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പൊ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു മോഡൽ ഇവിടെ കാണിക്കുക. മലയാളത്തിലെ പ്രശസ്തയായ കവയിത്രിയായിരുന്നു ബാലാമണി അമ്മ. ജനനം ജൂലൈ 19, 1909. മാതൃത്വത്തിന്റെ കവയിത്രി എന്നാണ് അവർ അറിയപ്പെട്ടത്. ചിറ്റഞ്ഞൂർ കോവിലകത്ത് കുഞ്ഞുണ്ണി രാജയുടെയും നാലപ്പാട്ട് കൊച്ചുകുട്ടി അമ്മയുടെയും മകളായി തൃശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടിൽ ബാലാമണിയമ്മ ജനിച്ചു. ഇംഗ്ലീഷിലെ പ്രശസ്ത സാഹിത്യകാരിയായിരുന്ന കമല സുരയ്യ എന്ന മാധവിക്കുട്ടി ബാലാമണി അമ്മയുടെ മകളാണ്. ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ കവിത എഴുതിയിരുന്ന ബാലാമണി അമ്മയുടെ ആദ്യ കവിതയായ കൂപ്പുകൈ ഇറങ്ങുന്നത് 1930-ലാണ്. മാതൃഹൃദയം വെയിലാറുമ്പോൾ, കുടുംബിനി, നഗരത്തിൽ, നിവേദ്യം, അമൃതകമയ എന്നിവ അതിൽ ചിലതാണ്. പത്മഭൂഷൺ, ആശാൻ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സരസ്വതി സമ്മാനം തുടങ്ങി ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 5 വർഷത്തോളം അനുഭവിച്ച അൽഷിമേഴ്സ് രോഗത്തിനൊടുവിലാണ് ബാലാമണിയമ്മ മരിക്കുന്നത്. 95-ാമത്തെ വയസ്സിൽ 2004 സെപ്റ്റംബർ 29-നായിരുന്നു മരണം. അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ബാലാമണി അമ്മയുടെ ജീവചരിത്രക്കുറിപ്പ് തന്നെ വരണമെന്നില്ല, വേറെ ആരുടേതും വരാം. അപ്പൊ നിങ്ങൾ ചില കവികളുടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ജീവചരിത്രക്കുറിപ്പൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കാര്യങ്ങളൊക്കെ. പ്രവർത്തനം 5, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. താഴെ കൊടുത്ത കവിത വായിക്കൂ. കവിതയുടെ ആശയം, കവിത നൽകുന്ന സന്ദേശം, പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കവിത എന്താണ്? കാട്ടിൽ പോകാനുണ്ടോ? പോയാൽ പാട്ടും കേട്ട് നടക്കാം. മാനുകൾ മയിലുകൾ ഓടും വഴികൾ കാണാനായി പോകാം. ഇലകൾ മൂടിയ വഴികൾ നിറയെ ഓർമ്മ മണക്കും. ഇലകൾ വഴിയറിയാതെ നടക്കും നമ്മൾ കണ്ടിട്ടില്ലേ വഴികൾ. എ ജയകൃഷ്ണന്റെ കാടിനെ കുറിച്ചുള്ളൊരു കവിതയാണിത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എ ജയകൃഷ്ണന്റെ കാടിനെ കുറിച്ചുള്ള ഒരു കവിതയാണിത്. കാടിന്റെ മനോഹാരിത ഈ കവിതയിൽ കാണിക്കുന്നുണ്ട്. കാടിന്റെ ഭംഗി കാണാൻ പോകാം എന്ന് കവി പറയുന്നു. കാട്ടിലൂടെ പോയാൽ പാട്ടും കേട്ട് നടക്കാം എന്ന് പറയുന്നുണ്ട്. ഇത് കാട്ടിൽ ഒരുപാട് പക്ഷികൾ ഉണ്ട്, അവയുടെ ശബ്ദത്തെ ആയിരിക്കാം പറയുന്നത്. കാട്ടിലെ മാനുകളും മയിലുകളും ഓടുന്ന കാട്ടിലൂടെ ഇല മൂടിയ വഴികളിലൂടെ നടക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളുടെ മണമാണെന്ന് കവിതയിൽ പറയുന്നു. ആ ഓർമ്മകളിലൂടെ വഴി പോലും അറിയാതെ നമ്മൾ നടക്കും എന്നുകൂടി ഈ കവിതയിൽ പറയുന്നു. പ്രവർത്തനം 6, കടങ്കഥകളി. ക്ലാസ്സിൽ നടത്തുന്ന കടങ്കഥകളിയിലേക്ക് ആവശ്യമായ 5 കടങ്കഥകളും അവയുടെ ഉത്തരങ്ങളും എഴുതുക. അപ്പം എല്ലാ മക്കൾക്കും കടങ്കഥകളൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളൊരു 5 കടങ്കഥയും അതിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ. എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വരാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ആരും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും കാണാം.